മഴ തോരും മുൻപേ എന്ന പരമ്പരയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്ര മേനോൻ വിളിച്ചുകൂട്ടിയ കുടുംബയോഗത്തിലെ വെളിപ്പെടുത്തലിൽ നിന്നും തരിച്ചിരുന്ന വൈജയന്തി തനിക്ക് പഴയ ബന്ധത്തിലുള്ള മകൾ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ് സ്റ്റാൻലിയെ നേരിട്ട് കണ്ട് സത്യാവസ്ഥ അന്വേഷിക്കാൻ പോകുന്ന ഭാഗമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. നേരെ കഥയിലേക്ക് കടക്കാം. സമയം 5 മണിയോടടുത്തിരുന്നു. ലോണിലെ പൂമരങ്ങളുടെ നിഴൽ കിഴക്കോട്ട് ചാഞ്ഞു കിടന്നു. മഞ്ഞ നിറം കലർന്ന വെയിലിലൂടെ എൽസമ്മയെ നടത്തിക്കുകയായിരുന്നു ടാനിയ. ഇടയ്ക്കൊന്ന് വേച്ചുപോയാൽ മാത്രമേ അവൾ ഒരു കൈത്താങ്ങി സഹായിക്കുന്നുള്ളൂ. അത്ര പോലും ആവശ്യമില്ല. എങ്കിലും ഒരു മുൻകരുതൽ. നായ്ക്കളെല്ലാം അവയുടെ കൂടുകളിൽ കിടന്ന് കുറച്ച് ബഹളമുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ടാനിയ ശ്രദ്ധിച്ചത്. അപരിചിതരായ ആരോ വരുന്നുണ്ട്. താഴെ നിന്നൊരു കാറിൻ്റെ ഇരമ്പൽ കേൾക്കാം. പിന്നെ ഒരു കാറിൻ്റെ ബോണറ്റ് കണ്ണിൽപ്പെട്ടു. അത് പൂന്തോട്ടത്തിലൂടെ മുറ്റത്തേക്ക് വരികയാണ്. നായ്ക്കളുടെ ഗർജനം കരച്ചിലായി. വീട്ടിനുള്ളിൽ നിന്ന് 2-4 എണ്ണം പാഞ്ഞു വന്ന് ഇതിനകം നിർത്തിക്കഴിഞ്ഞ കാറിന് നേർക്ക് കുരച്ചു ചാടി. ടാനിയ കൈയെടുത്ത് ആംഗ്യം കാട്ടി ശാസിച്ചതോടെ നായ്ക്കൾ അടങ്ങി. നായ്ക്കൂടുകളുടെ നേർക്കും അവൾ കൈവീശി ആംഗ്യം കാട്ടി. സ്റ്റാൻലിയുടെ നായ്ക്കൾ അവളെ അനുസരിക്കാൻ ശീലിച്ചു കഴിഞ്ഞിരുന്നു. കറുത്ത ഫിലിം ഒട്ടിച്ചതിനാൽ കാറിനകത്തുള്ളവരെ തിരിച്ചറിയാൻ എളുപ്പമായിരുന്നില്ല. പ്രൗഢമായി വേഷം ധരിച്ച ഒരു സ്ത്രീ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് ടാനിയ ആശ്ചര്യപ്പെട്ടു. നല്ല മുഖപരിചയം. ബബിതയുടെ അതേ ഛായ. ബബിതയുടെ അമ്മയാണോ? അലീന ചേച്ചിയുടെയും. പക്ഷേ വിളറി വെളുത്ത് പരവശയായി ഏതോ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പോലെ. വലിയ കണ്ണുകൾ മാത്രം ആരെയോ തേടുന്ന പോലെ 4 പാടും ഉഴറുന്നു. സ്റ്റാൻലി ജോസഫിൻ്റെ വീടല്ലേ ഇത്? പരിക്ഷീണമായ ശബ്ദം. അതെ, ആരാ? എൻ്റെ പേര് വൈജയന്തി. ടാനിയയുടെ കണ്ണുകൾ വിടർന്നു. താൻ സംശയിച്ച പോലെ തന്നെ. സ്റ്റാൻലി ജോസഫില്ലേ ഇവിടെ? പപ്പ തോട്ടത്തിൽ പോയതാ. എപ്പോഴാണ് തിരിച്ചു വരിക? ഉടനെ വരും. കയറിയിരിക്കാമല്ലോ. ടാനിയ ക്ഷണിച്ചു. വൈജയന്തി ഒന്ന് ശങ്കിച്ചു. ബബിതയുടെ അമ്മയല്ലേ? എനിക്ക് കണ്ടപ്പോഴേ തോന്നി. വാ, കയറിയിരിക്കുക. ഇപ്പോഴാണ് എൽസമ്മയ്ക്ക് ആളെ ശരിക്കും പിടികിട്ടിയത്. തൻ്റെ ജീവിതത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിയ പ്രതിയോഗിയെ എന്ന പോലെ എൽസമ്മ വൈജയന്തിയെ നോക്കി. വേണ്ട, ഇരിക്കുന്നില്ല. തോട്ടം ഇവിടെ അടുത്താണോ? ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ വഴി പറഞ്ഞു തരാം. ടാനിയ പപ്പയുടെ തോട്ടത്തിലേക്കുള്ള വഴിയുടെ ഒരു ലഘു വിവരണം നൽകി. പപ്പയുടേത് ഒരു മിലിറ്ററി ജീപ്പാ. കണ്ടാൽ തിരിച്ചറിയാം. അലീന ചേച്ചിയെ വിളിക്കണോ? ടാനിയ അലീനയെ വിളിക്കാൻ വേണ്ടി തിരിഞ്ഞതും സിറ്റൗട്ടിലേക്കുള്ള വാതിലിൽ അലീന നിൽക്കുന്നത് കാണായി. വൈജയന്തിയുടെ നോട്ടം 2 നിമിഷം അവളിൽ തങ്ങി നിന്നു. അടുത്ത നിമിഷം വൈജയന്തി പിന്തിരിഞ്ഞു ഡോർ തുറന്ന് കാറിലേക്ക് കയറി. അലീന സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും വൈജയന്തി കാർ അല്പം പിന്നോട്ടെടുത്ത് തിരിച്ചു കഴിഞ്ഞിരുന്നു. അലീന കാറിന് പിന്നിലേക്ക് ഓടി വന്നു. കാർ നീങ്ങി തുടങ്ങിയിരുന്നു. പപ്പയെ കാണാൻ വന്നതാ, ടാനിയ അവളോട് പറഞ്ഞു. ഭയങ്കര തിടുക്കത്തിലാണ്. ഞാൻ തോട്ടത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. അലീനയുടെ മുഖം ചുവന്നു തുടുത്തു. ഹൃദയം ത്രസിച്ചു വിങ്ങി. ഇപ്പോൾ പൊട്ടുമെന്ന് തോന്നി. അവൾ പെട്ടെന്ന് തന്നെ മൊബൈൽ ഫോണിൽ സ്റ്റാൻലിയെ വിളിച്ചു. പപ്പ എവിടെയാ? ഞാനങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പപ്പയെ അന്വേഷിച്ച് അമ്മ വരുന്നുണ്ട്. ആര്? വൈജയന്തിയോ? അതെ പപ്പ, ഒരു ചുവന്ന മാരുതിക്കാറിലാണ്. അലീനയുടെ ഒച്ചയിടുകയും കണ്ണു നിറയുകയും ചെയ്തു. മറുവശത്ത് പ്രതികരണമില്ല. പപ്പ സ്തംഭിച്ചു പോയി കാണുമെന്ന് അലീനയ്ക്ക് തോന്നി. അല്പം കഴിഞ്ഞ് മറുപടി വന്നു. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. തുടർന്ന് കോൾ മുറിഞ്ഞു. റബ്ബർ മരങ്ങൾക്കിടയിലുള്ള താഴ്വാരത്തെ ചുറ്റിപ്പോകുന്ന വീതി കുറഞ്ഞ ടാർ റോഡാണ്. റോഡിന് താഴെ ഓരോരോ കാലങ്ങളിൽ മലമുകളിൽ നിന്ന് അടർന്നു വീണമെന്ന് തോന്നിക്കുന്ന ഭീമാകാരമായ കരിമ്പാറകൾ. അവയ്ക്കിടയിലൂടെ വല്ലാതെ ഒച്ചവെച്ചൊഴുകുന്ന ഇടുങ്ങിയ പുഴ. റോഡിൽ അവിടെ മഞ്ഞ വേൽക്കളങ്ങൾ. വൈജയന്തിയുടെ കാറിന് മീതെ റബ്ബർ ചില്ലകൾ നിഴൽ ചിത്രങ്ങൾ എഴുതി മായ്ച്ചുകൊണ്ടിരുന്നു. വളവ് തിരിഞ്ഞപ്പോൾ മലമടക്കിനപ്പുറത്തുള്ള പാതയിലൂടെ മിലിറ്ററി ജീപ്പ് വരുന്നത് വൈജയന്തി കണ്ടു. ഹൃദയം നിലച്ചതുപോലെ അവൾ സഡൻ ബ്രേക്ക് ഇട്ടു. സ്റ്റാൻലി തീരെ പതുക്കെയാണ് ജീപ്പ് ഓടിച്ചു വന്നത്. അലീന അടയാളം പറഞ്ഞതിനാൽ വൈജയന്തിയുടെ കാർ അയാൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. അത് റോഡിൻ്റെ വശത്ത് ഒതുക്കി നിർത്തിയിരുന്നു. സ്റ്റാൻലി ഇപ്പുറത്തും ജീപ്പ് നിർത്തി. പക്ഷേ ഇറങ്ങിയില്ല. വൈജയന്തിയും ഡോർ തുറന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ സ്റ്റാൻലിയും ഇറങ്ങി. കാർ കിടക്കുന്നിടത്ത് തണലുണ്ടായിരുന്നു. സ്റ്റാൻലി അങ്ങോട്ട് നടന്നു ചെന്നു. ഇവിടെ മുഖംമൂടികൾ വേണ്ട. പരിചയപ്പെടുത്താൻ ആളുകളില്ല. ഒരു സ്നേഹവസന്തത്തിൻ്റെ സ്മരണകൾ നൽകുന്ന നൊമ്പരത്തിലും താരള്യത്തിലും ഒഴുകി അവർ പരസ്പരം നോക്കി നിമിഷങ്ങളോളം നിശബ്ദരായി നിന്നു. താൻ കുറേ നാളുകൾക്ക് മുൻപ് കണ്ട ഔദത്യവും ഗർവവും കാപട്യവും ഒളിച്ചിരുന്ന മുഖമല്ല ഇത്, സ്റ്റാൻലി ഓർത്തു. ആരോ പിച്ചി ചീന്തി നിലത്തിട്ടു ചവിട്ടിത്തേച്ച അപമാനിതയായ ഒരു മുഖം. ലാലിച്ച. 24 വർഷങ്ങൾക്ക് ശേഷം സ്റ്റാൻലി വീണ്ടും ആ വിളി കേട്ടു. അയാളുടെ കൈത്തണ്ടുകളിൽ രോമക്കുത്തുകൾ തരിച്ചുണർന്നു. എനിക്കൊരു സത്യം അറിയണം. വേറെ ആരോടും എനിക്ക് ചോദിക്കാനില്ല. വേറെ ആരും എന്നോട് പറയണ്ട. സ്റ്റാൻലിക്ക് മനസ്സിലായി. അയാളുടെ നെഞ്ചിൽ അവളോടുള്ള അലിവും കാരുണ്യവും നിറഞ്ഞു തുളുമ്പി. നമ്മുടെ മകൾ, അവൾ ജീവിച്ചിരിപ്പുണ്ടോ?
ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് വേദനയുടെ പ്രകമ്പനം പോലെ ആ ചോദ്യം അയാളുടെ മുന്നിൽ പിടഞ്ഞു വീണു. ഉവ്വ്, അവൾ ജീവിച്ചിരിക്കുന്നു. സ്റ്റാൻലി മന്ത്രിച്ചു. വൈജയന്തിയുടെ ഹൃദയം ഒന്ന് കുതിച്ചു പിടഞ്ഞു. അത് അലീനയാണോ ലാലിച്ച? സ്റ്റാൻലി ശ്വാസമെടുത്തു. അതെ. അയാൾ കനിവോടെ മെല്ലെ ശിരസനക്കി. അതിശൈത്യമുള്ള ഹിമക്കാറ്റടിച്ചിട്ടെന്ന പോലെ വൈജയന്തി ഒന്ന് കുളിർന്നു വിറച്ചു. അവളുടെ ഉടൽ ചൂളിച്ചുരുങ്ങി. അഗാധ വേദനയുടെ അനേകായിരം നൂലുകൾ അവളുടെ മുഖത്ത് വലിഞ്ഞു മുറുകി. അടുത്ത നിമിഷം അവൾ പൊട്ടിക്കരഞ്ഞു. നെഞ്ച് തകർന്ന് താഴെ വീണേക്കുമെന്ന് സ്റ്റാൻലിക്ക് തോന്നി. വൈജയന്തിയുടെ വിരൽത്തുമ്പുകൾ പോലും വിറകൊള്ളുന്നത് സ്റ്റാൻലി കാണുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയത്തിൽ ആഞ്ഞടിച്ചു കൊണ്ടിരുന്ന ചുഴലിക്കൊടുങ്കാറ്റും കാണാം. അവൾ വീണു പോകരുതെന്ന് അയാൾ ആഗ്രഹിച്ചു. വളരെ അടുത്താണെങ്കിലും പരസ്പരം ഒന്ന് തൊടാനോ ആശ്വസിപ്പിക്കാനോ താങ്ങിപ്പിടിക്കാനോ കഴിയാത്ത വിധം ഇരുകരകളിലാണ് തങ്ങൾ നിൽക്കുന്നത്. നടുവിൽ സ്നേഹസ്മരണകളുടെ തീവ്രവേദനയുടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. വൈജയന്തി സാരിത്തലപ്പ് കഴുത്തിലൂടെ ചുറ്റിപ്പൊതിച്ചു. അന്തേപോലെ വേച്ച് കാറിൻ്റെ ഡോർ ഹാൻഡിൽ എവിടെയെന്നറിയാതെ അങ്ങിങ്ങ് പരുതി. സ്ഥലകാലബോധവും ഓർമ്മയും വീണ്ടെടുക്കാനെന്നോണം വൈജയന്തി അല്പനേരം നിന്നു. പിന്നെ ഡോർ തുറന്ന് സീറ്റിലേക്ക് ഇരുന്നു. ഡോർ അടച്ചു. കറുത്ത ഗ്ലാസ്സിലൂടെ അകത്ത കാഴ്ച വ്യക്തമല്ലെങ്കിലും സ്റ്റിയറിംഗ് വീലിലേക്ക് കവിഴ്ന്നു കിടക്കുന്ന ഒരു ദുർബല രൂപം സ്റ്റാൻലി കണ്ടു. അവൾക്ക് ഉടനെ ഒന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് തീർച്ചയുണ്ടായിരുന്നതിനാൽ അയാൾ ആ കാറിനരികെ തന്നെ ചേർന്ന് നിന്നു. കാറിന് മീത് തൻ്റെ ഇടത് കൈത്തലം വെച്ചു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. എത്ര നേരം നിന്നുവെന്ന് അയാൾക്കറിയില്ല. എത്ര നേരം വേണമെങ്കിലും അങ്ങനെ നിൽക്കാൻ സ്റ്റാൻലിക്ക് കഴിയുമായിരുന്നു. എപ്പോഴോ കാർ സ്റ്റാർട്ടായപ്പോൾ അയാൾ കാറിന് മീതെ നിന്നും കൈയെടുത്തു. കാറിൻ്റെ ചില്ല് താണു. വൈജയന്തി അയാളുടെ നേർക്ക് നോക്കി. അവളുടെ മുഖത്ത് കണ്ണുകളിൽ തകർന്ന ദയനീയമായ വേദനയിൽ കുതിർന്ന ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. അതൊരു യാത്രാമൊഴിയായിരുന്നു. അതിൽ സ്നേഹം വറ്റിപ്പോയൊരു നദിയും കൃതജ്ഞത വരണ്ടു കിടക്കുന്ന ഒരു മരുഭൂമിയും അയാൾ കണ്ടു. കറുത്ത ചില്ല് ഉയർന്ന് അത് മറഞ്ഞു. കാറിൻ്റെ ചക്രങ്ങൾ മെല്ലെ ഉരുണ്ടു. അത് പോയിക്കൊണ്ടിരുന്നു. കണ്ണിൽ നിന്ന് കാർ മറിഞ്ഞിട്ടും ആ കാഴ്ച മായാതെ സ്റ്റാൻലി വീണ്ടും അവിടെ തന്നെ നിന്നു. മഴ തോരും മുൻപേ എന്ന പരമ്പരയിലെ മനോഹരമായ ഒരു ഭാഗമാണ് നിങ്ങളിന്ന് ഇവിടെ കേട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തട്ടെ.